പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിശ്രേഷ്ഠമേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank and praise God for this beautiful time. ഈ പകൽക്കാലം ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ എനിക്കും തലമുറകളോട് കുടുംബത്തോടും വാത്സല്യ ദൈവസഭയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ശുശ്രൂഷയുടെ പങ്കുവഹിപ്പാൻ ദൈവം തന്ന അവസരം ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. I want to praise God for this opportunity that God has given me to come together along with the church in praising God and worshiping His holy name. ദൈവസഭയുടെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാന്യ ദൈവഭൃത്യന്, കർത്താവിൻ്റെ ദാസിക്ക്, കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ കോശിവിദ്യൻ സാറ്, കർത്താവിൻ്റെ ദാസി, ദൈവദാസന്മാരായ കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തരായ നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിൻ്റെ വിലപ്പെട്ട സഭയ്ക്കും ക്രിസ്തു യേശുവിൽ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. This morning I want to convey my greetings to all the pastors and their families, and I want to thank them for the Lord. കഴിഞ്ഞ ഒരാഴ്ച ഒക്ലഹോമയിൽ കടന്നുപോയി. അവിടെ വിവിധ കൂട്ടായ്മകളിൽ ശുശ്രൂഷയുടെ പങ്കുവഹിപ്പാൻ കർത്താവ് ഇടയാക്കി. കഴിഞ്ഞ പകലിൽ മടങ്ങി വരുവാൻ ദൈവം ഇടയാക്കി. And for the past 1 week, I was in Oklahoma serving in different churches. And yesterday, I could come back by the grace of God. ഇന്ന് വൈകിട്ട് ടാബർനാക്കിൾ IPC സഭയിൽ ശുശ്രൂഷിപ്പാനും ഒരവസരം ഉണ്ട്. And this evening, I'll be serving at Tabernacle IPC. കർത്താവിൻ്റെ ആത്മാവ് ഈ പ്രാർത്ഥനയുടെ പ്രാരംഭ നിമിഷം തൊട്ട് ദൈവത്തിൻ്റെ അഭിഷേകത്തിലൂടെ വിവിധ നിലകളിൽ നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. And God has been speaking to us through His servant right from the beginning of the service in different ways. അദ്ദേഹം ഇന്നത്തെ TPM അല്ലെ പഴയ CPMന്റെ അനുഭവത്തെക്കുറിച്ച്, അതിൻ്റെ സ്തോത്രത്തെക്കുറിച്ച് ഒരു വാക്ക് ഉച്ചരിച്ചു. എനിക്ക് വളരെ സന്തോഷം തോന്നി. And he made a passing reference about the TPM church and the way they worship God. ഞാൻ CPMന്റെ സന്തതിയാണ്. And I was a son born into TPM church. ഞാൻ ജനിച്ച് വളർന്നത് സൺഡേ സ്കൂളിന്റെ 10 ക്ലാസ് പഠിച്ചത് പഴയ സിലോം പെന്തക്കോസ്തിലാണ്. And I was raised in the TPM church and I studied my Sunday school classes over there. എൻ്റെ വലിയമ്മച്ചി 95 വർഷം മുമ്പ് മർത്തോമ സമുദായത്തിൽ നിന്ന് അന്നത്തെ സിലോം പെന്തക്കോസ്തിലേക്ക് വിശ്വാസത്തിലേക്ക് വന്ന് ആ വിശുദ്ധന്മാരുടെ കൈക്കീഴിലാണ് സ്നാനമേറ്റതും നിത്യതയിലേക്ക് കടന്നുപോയതും. My grandmother around 95 years ago came to this Pentecostal faith from Marthoma faith, and she entered the TPM church, and that's where she got baptized, and that's where God helped her in her walk of faith. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് ആ വിശ്വാസത്തിലാണ് ജീവിച്ചു വരാൻ ഇവിടെയാക്കിയത്. My mother, my father, they were raised in that faith and they continued their journey there. ഞങ്ങൾ മക്കൾ 5 പേരും ആ കൃപയിൽ നിൽക്കുന്ന കാലത്താണ് ജനിച്ച് വളർത്തപ്പെട്ട് ദൈവകൃപയിൽ വളരാൻ ഇടയായത്. And it was in that circumstance where we were born as children and raised as well. ദൈവം എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചതിന് ശേഷം കർത്തൃവേലയ്ക്കായി ഞാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ ഞാൻ സിലോം പെന്തക്കോസ്തിന്റെ ഒരു വേലക്കാരനായിട്ടുള്ള വിളിയല്ല എന്ന് ദൈവാത്മാവിൽ തിരിച്ചറിഞ്ഞതിൻ്റെ ഫലമായിട്ടാണ് ഞങ്ങൾ കുടുംബമായി സിലോം പെന്തക്കോസ്ത് വിടുവാൻ ഇടയായത്. And when God called me into ministry and God helped me realize that my call is not to serve in that church but go to the wider church, we left that church and we moved into the path that God had set for us. പെന്തക്കോസ്തിൽ നിന്ന് ശരീരം കൊണ്ട് ഞാൻ മാറിയെങ്കിലും എൻ്റെ ആത്മീയ ജീവിതത്തിൽ പല അടിസ്ഥാന ഗുണങ്ങൾ ആ കൂട്ടായ്മയെ ജനിച്ചു വളർന്നതുകൊണ്ട് എൻ്റെ ബാല്യം മുതൽ അഭ്യസിച്ച ചില നല്ല ആത്മീയ ശീലങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട്. Although we don't have a physical or church relationship with TPM, there are certain values that has been embedded into my life that I carry on that was instilled at the beginning time. ഞാൻ കഴിഞ്ഞ ഈ വ്യാഴാഴ്ച പകലും രാത്രി ശുശ്രൂഷിച്ചത് ഒക്ലഹോമ ഷാരോൺ ചർച്ചിൽ പാസ്റ്റർ ജോയി തോമസ് ശുശ്രൂഷിക്കുന്ന ചർച്ചിലാണ്. എനിക്ക് വളരെ ആത്മീയമായ സന്തോഷം, സംതൃപ്തി നൽകിയ ഒരു വർഷിപ്പ്, ഒരു കൂട്ടായ്മ, ഒരു ശുശ്രൂഷ അവിടെ അനുഭവിപ്പാൻ കഴിഞ്ഞു. This past Thursday morning and evening, I was serving at a Sharon church. Pastor Joyce Thomas is serving in Oklahoma. And as I was serving over there, I was really satisfied in the presence of the Lord. അദ്ദേഹത്തിന്റെ ലീഡിംഗ് സമയം അനേകം കാര്യങ്ങൾ പറഞ്ഞ് സിലോം പെന്തക്കോസ്തിലെ പാസ്റ്റർമാർ ചെയ്യുന്ന പോലെ അനേക സ്തോത്രം പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കുന്നു, സഭയെ കൊണ്ട് സ്തുതിപ്പിക്കുന്നു. And one of the things that I saw over there was the way he was praising God by enunciating different things in the presence of God, just like TPM ministers. അദ്ദേഹം ഞാൻ ഓർത്ത് ഇനി CPM ജനിച്ചതാണോ എന്ന് ഞാൻ ചിന്തിച്ചു പോയി. Now then I wondered if he was raised in a TPM church. CPM ജനിച്ചതല്ലെന്ന് പിന്നെ മനസ്സിലായി. And then I realized that he was not born or raised over there. പക്ഷേ അദ്ദേഹത്തിന്റെ വീട് കൊട്ടാരക്കര TPM ഫെയ്ത്ത് ഹോമിന്റെ തൊട്ടടുത്ത് താൻ ഒരു മർത്തോമക്കാരനായി ജനിച്ചു വളർന്ന വ്യക്തിയാണ്.
But he was raised in a Marthoma family next to a TPM church. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, കൊട്ടാരക്കര TPM ഫെയ്ത്തോമിൻ്റെ തൊട്ടടുത്തായിരുന്നു, ഞാൻ 92-ലാണ് സ്നാനപ്പെട്ടി കൃപയിലേക്ക് വന്ന മർത്തോമ ഫാമിലി ആയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, മുല്ലപ്പൂവും പൊടി ഏറ്റുകിടക്കുന്ന കല്ലിനുമുണ്ട് ഒരു സൗരഭ്യമെന്ന്. ആമീൻ. TPM ഫെയ്ത്തോമിൻ്റെ അടുക്കൽ ജനിച്ചു വളർന്ന മർത്തോമക്കാരനും ആമീൻ സ്തോത്രം എന്ന അതരബലം വായിലുണ്ട്. Although he was raised in a Marthoma church, he stayed in a home that was next to a TPM church. And there I realized that even though the stone might not be giving that scent, but if the flower touches it, even the stone would have that fragrance. And such was the praise that I saw in him as well. സ്തോത്രം പഴയ CPM-നും ഇന്നത്തെ TPM-നും വേണ്ടി മാത്രം ഈ പുസ്തകം കൊടുത്തേക്കുന്നതല്ല. Praising God and worshiping God doesn't belong to TPM alone. അത് സകല വിശുദ്ധന്മാർക്കും ഉള്ളതാ. It is for all saints of God. പത്രോസിന്റെ ലേഖനത്തിൽ ഇപ്രകാരം എഴുതി, ഞങ്ങൾക്ക് തന്നതുപോലെ, ഞങ്ങൾക്ക് ലഭിച്ചതുപോലെ അതേ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കും ദൈവം തന്നിരിക്കുകയാണ്. And Peter says the very Holy Spirit that has been given to us is also in you. പിന്നെ താൻ എഴുതി, ഞങ്ങൾക്ക് ലഭിച്ച അതേ വിലയേറിയ വിശ്വാസ ദൈവം നിങ്ങൾക്കും തന്നിരിക്കുകയാണ്. And then he says the same precious faith that has been given to us has also been received by you. പരിശുദ്ധാത്മാവും വിശ്വാസവും ഒരുമിച്ച് ദൈവം തന്നിട്ടുള്ളതെങ്കിൽ, if God has given you faith and Holy Spirit together, അതരബലമെന്ന സ്തോത്രയാഗം അർപ്പിക്കാനും ഒരു കൂട്ടർക്ക് മാത്രമല്ല, കർത്താവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കൾക്കു ആ അവകാശ, ആ അനുഗ്രഹ, ആ ഓഹരി ദൈവം തന്നിട്ടുണ്ട്. അത് നാം മൂടി വെക്കുന്നവരാകരുത്. നാം വാ തുറന്ന് അതരബലമെന്ന സ്തോത്രയാഗ ഇടപെടാതെ ഏത് സമയവും ഏത് വിഷയത്തിനോ ഏത് ആവശ്യത്തിനോ ഏത് സങ്കടത്തിലോ ഏത് കഷ്ടതയിലോ ഏത് രോഗത്തിലോ ഏത് ദുഃഖത്തിലോ ഏത് ഭാരത്തിലോ നമ്മൾ അർപ്പിക്കുമോ, ദൈവനാമം ആ സ്തോത്രത്തിലൂടെ മഹത്വം എടുക്കൂ. if faith and Holy Spirit is something God has given us, He has also given us the call to praise Him and worship Him and continue to pour out our praises before Him, irrespective of our circumstances, irrespective of the conditions that we are in. We are called to lift our voices and offer the praises that truly belong to our Lord in all times, in all circumstances of life. സ്തോത്രത്തിന് വലിയ ശക്തിയുള്ളതാ. There is great power in praising God. സ്തോത്രത്തിന് വലിയ ജീവനുള്ളതാ. There is great life in praising God. സ്തോത്രത്തിന് വലിയ ബലമുള്ളതാ. There is great strength in praising God. സ്തോത്രത്തിന് വലിയ അധികാരമുള്ളതാ. There is great authority in praising God. സ്തോത്രത്തിന്റെ പിന്നിൽ ചില ദൈവപ്രവൃത്തിയുണ്ട്. We see the works of God when we praise God. സ്തോത്രം ദൈവപൈതലിന്റെ ആയുധമാ. Praising God is a weapon that God has given to His children. സാത്താന്റെ ശക്തിയെ തകർക്കുന്നതാ. While praising, we see the enemy defeated. സ്തോത്രം ചില ബന്ധനങ്ങളെ അറക്കുന്നതാ. We praise God and we see the enemy conquered. സ്തോത്രം രോഗക്കിടക്ക മാറ്റിവരിക്കുന്നതാ. Praising God brings for deliverance. ജീവിതത്തിൽ കൊച്ചു പ്രായത്തിൽ അത് അനവധി കണ്ടിട്ടുണ്ട്, കുടുംബത്തിൽ അത് അനുഭവിച്ചിട്ടുമുണ്ട്. I've seen that growing up. I've experienced it in my life. എൻ്റെ അമ്മച്ചി ഞങ്ങൾ 5 മക്കളെ പ്രസവിച്ചു. 5ഉം ആ പുരയ്ക്കകത്ത് കിടന്ന പ്രസവിച്ചിട്ടുള്ളത്. My mother gave birth to 5 children and they were all born and raised in that small hut. ഹോസ്പിറ്റലിൽ പോയിട്ടില്ല. She did not go to a hospital when she delivered them. 90 വയസ്സിൽ മരിക്കുന്നിടം വരെ ഈ ലോകത്തിന്റെ മരുന്ന് എന്താന്ന് രുചിക്കാത്തൊരമ്മയായിരുന്നു. And she went on to the Lord at the age of 90, but she never tasted a medicine. കുഞ്ഞു പ്രായത്തിൽ ഫെയ്ത്തോമിൽ പോകുമ്പോൾ ശനിയാഴ്ച എല്ലാ ശനിയാഴ്ചയും വിട്ട് കാത്തിരിപ്പ് യോഗം എന്ന് പറയുന്ന പരിപാടി CPM-നുണ്ട്. കാത്തിരിപ്പ് യോഗം അവിടെ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ ആവാലവൃത്തം വന്ന് ഒരു പക്ഷേ കൊലപ്പരാത്രി വരെ ആയിരിക്കും കാത്തിരിപ്പ് യോഗം നീണ്ടുപോകുന്നത്. ദൈവാത്മാവിൻ്റെ മഴ പെയ്യുന്ന രാത്രിയായിരിക്കും അത്. Every Sunday she would go to church, but before that Sunday there was a Saturday tarry meeting where people would come and wait in the presence of the Lord for hours in preparation before the Lord, and they wait for the Holy Spirit to come and minister to them. മുട്ടുമേ നിന്ന് കൈകൾ ഉയർത്തിക്കൊണ്ട് സ്തോത്രം പറഞ്ഞ് ദൈവത്തെ ആരാധിക്കുന്ന സ്തോത്ര പ്രാർത്ഥനയുണ്ടല്ലോ, അത് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു പ്രാർത്ഥനയാണ്. And the manner with which they would stand in the presence of God on their knees, lifting and praising God, is a very powerful movement. നമ്മുടെ കുടുംബങ്ങളിൽ, in our families, നമ്മുടെ സഭയിൽ, in our church, നമ്മുടെ അപ്പനമ്മ മക്കൾ കൊച്ചുമക്കൾ ഒരുമിച്ച് ചേർന്ന്
parents, children, grandparents, ആ യാഗത്തിനായി തുനിയാമെങ്കിൽ, if we are ready to do such സ്തോത്രമെന്ന sacrifices, യാഗമർപ്പിക്കാൻ തുനിയാമെങ്കിൽ, and if we are willing to offer the offer of മുട്ടുമേ praise, നിൽക്കാൻ കഴിയുന്നവർ മുട്ടുമേ നിന്നുകൊണ്ട് കൈ ഉയർത്താമെങ്കിൽ, and if you are able to stand on your knees and worship the Lord, ദൈവത്തിന്റെ വലിയ മഹത്വം നമ്മുടെ അവകാശത്തിമേ വെളിപ്പെടും. you would see the glory of God descending upon us. ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട്. CPM-ലെ വേലക്കാരനല്ലെങ്കിലും ഇപ്പോഴും എൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്നുണ്ട്. Even though I'm not a minister of TPM, let me tell you there is great power in that posture before the Lord. എനിക്ക് 2005 ഈ അന്ന് ഇവൻ സ്കൂളിൽ പഠിക്കുന്ന ഏതാണ്ട് 6ാം ക്ലാസ്സോ മറ്റോ എൻ്റെ കുഞ്ഞുങ്ങളുമായി ഈ രാജ്യത്ത് ഞങ്ങൾക്ക് വന്ന് താമസിക്കാൻ വഴി ദൈവത്താൽ ഒരുക്കപ്പെട്ടതാ. മനഃപൂർവ്വം അത് നിരസിച്ച ഒരു സുവിശേഷകനാണ് ഞാൻ. In 2005, God had given us the opportunity to come as a family to stay here in this country. But then I felt that this is not what God wants, and we rejected it. വളരെ ബുദ്ധിമുട്ടിലൂടെ, വാടക കൊടുക്കാൻ പോലും നിവർത്തിയില്ലാതെ, കഷ്ടതയിലൂടെ, സങ്കടത്തിലൂടെ, ഈ കുഞ്ഞുങ്ങൾക്ക് സ്കൂൾ ഫീസോ 3 നേരം ആഹാരം കൊടുക്കാനോ ഇല്ലാത്തൊരു കാലത്തിൽ പോകുന്നൊരു കാലത്താണ് 2005 ഞാൻ ഈ രാജ്യത്ത് വരുമ്പോൾ ഫിലദൽഫിയയിലുള്ളൊരു ദൈവദാസൻ, അദ്ദേഹം എൻ്റെ ഫാമിലിയുടെ റിലേഷനാണ്, എൻ്റെ എല്ലാ അവസ്ഥയും അറിയാവുന്ന ഭക്തൻ എന്നോട് പറഞ്ഞതാ, പാസ്റ്റർ ഇനിയും തിരിച്ച് ബോംബെയിലേക്ക് പോകണ്ട, ബീനായെയും കുഞ്ഞുങ്ങളെയും ഇവിടെ വരുത്താം, ഞാൻ എൻ്റെ സഭ പാസ്റ്റർക്ക് തരികയാണ്, ഈ സഭ നോക്കി ഇവിടെ നിന്നു, അവരിനിയും പഠിക്കുന്ന കാലത്ത് ഇവിടെ പഠിച്ച് വളരട്ടെ, ഇനിയും പട്ടിണിയും ദാരിദ്ര്യം അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ് എന്നെ വളരെ നിർബന്ധിച്ച ഒരു ഭക്തൻ ഈ രാജ്യത്ത് ഇപ്പോഴും ആയുസ്സോടുണ്ട്. അന്ന് ഞാൻ മനസ്സോട് അക്ഷണം നിരസിച്ചിട്ട് പറഞ്ഞു, പട്ടിണിയും കഷ്ടതയും ദാരിദ്ര്യവും ഉണ്ടെങ്കിലും അതിനെല്ലാം ഒരു അറുതിയുണ്ട്, അത് മാറ്റുന്നൊരു സമയം ദൈവത്താൽ ഉണ്ട്. ഇപ്പോൾ അവർ ബോംബെ തന്നെ വളരട്ടെ, കഷ്ടതയിലും പട്ടിണിയിലും ദാരിദ്ര്യത്തിലും വളരട്ടെ, എനിക്ക് അവരുടെ ഭൗതിക ശ്രേഷ്ഠതയല്ല വലുത്, അവരെ ആത്മീയരായി എനിക്ക് കാണണം, ഇപ്പോൾ അവരെ ഇവിടെ കൊണ്ടുവരുന്നില്ല എന്ന് പറഞ്ഞു. ആ ക്ഷണം ഞാൻ മനസ്സോട് നിരസിച്ചു. ഞാൻ ബോംബെ ചെന്നതിന് ശേഷവും ആ ഭക്തൻ ഫോണിലൂടെ എന്നെ വിളിച്ചു, മനസ്സിലായോ, പല പ്രാവശ്യം നിർബന്ധിച്ചു. അതിന് വഴങ്ങാഞ്ഞതിൻ്റെ ഫലമാണ് ഇന്ന് ഈ കാണുന്ന ദൈവത്തിൻ്റെ അഭിഷേക്തൻ. And there were offers to come here and stay here and take up a pastoral ministry. And I was compelled to do that multiple times. And it wasn't a moment where we were going through great financial struggle and we were going through a period of hunger in our home. But I told that man of God who had given that invitation that it is not from the Lord, that our call is to stay in Mumbai and grow over there. And these children need to be over there. And years later, I see my children standing in the presence of the Lord and ministering. All this is for the glory of God. ദൈവത്തിൻ്റെ ആത്മാവുള്ള 3 കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിച്ചന്നും ഇന്നും എനിക്ക് അഭിമാനമായി നിൽക്കുന്ന, ഇന്നും ബോംബെയിലുള്ള എൻ്റെ വർഷിപ്പിലെ മലയാളത്തിലെ മെസ്സേജ് ഹിന്ദിയിലേക്ക് ട്രാൻസ്ലേഷൻ ചെയ്യുന്നത് എൻ്റെ ഇളയ മകളാണ്. മനസ്സിലായോ? ആ വിധത്തിൽ ദൈവരാജ്യത്തിന് പ്രയോജനപ്പെടുന്ന അഭിഷിക്തരായ 3 കുഞ്ഞുങ്ങളെ, അവർക്ക് അഭിഷിക്തരായ 3 തുണയാളികളെ ദൈവം തന്നു. അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. The greatest possession in my life is to see all 3 of my children being filled with the Holy Spirit and used in the presence of the Lord. And even today, it's my youngest daughter who translates for me my messages from Malayalam to Hindi in Mumbai, along with her husband. And we see that growing together, and they have been blessed with anointed spouses as well, so that we can walk together in the presence. ഇതിൽ കവിഞ്ഞൊരു സമ്പത്തില്ല. There is no greater possession. ഇതിൽ കവിഞ്ഞ ഒരു മനസ്സംതൃപ്തിയില്ല. There is no greater satisfaction. ഇതിൽ കവിഞ്ഞ ഒരു ആത്മീയ അഭിമാനമില്ല. There is no greater honor. ഇന്ന് പകൽക്കാലം മുമ്പിലുള്ള സമയം പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. Let us be prayerful for the next few minutes. ദൈവ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യമുണ്ട്. The Spirit of God is among us. നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. God has been speaking to us. ശുശ്രൂഷ മധ്യത്തിൽ ദൈവമക്കൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കണ്ണുകൊണ്ട് ശുശ്രൂഷിക്കുന്ന ദൈവദാസന്മാരെ നോക്കുക, ചെവി കൊണ്ട് വചനം കേൾക്കുക, വാ തുറന്ന് ദൈവത്തിന് അതരബലമെന്ന സ്തോത്രയാഗം ഇടപെടാതെ അർപ്പിച്ചുകൊണ്ടിരിക്കുക. As you are before the word of God, this is my invitation that you would look at us through your eyes, that you would hear us through your ears, and praise God through your mouth in response to the word being spoken. 50-ാം സങ്കീർത്തനം 23-ാം വാക്യം വായിക്കുകയാണ്. Psalm 50 verse 23. വായിച്ചാട്ട് 50-ാം സങ്കീർത്തനം 20. ആമേൻ. Those who sacrifice thank offerings honor me, and to the blameless I will show my salvation. ദൈവത്തിൻ്റെ ദാസൻ പറയുന്നു,
സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. Man of God says, those who sacrifice thank offerings honor me. തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. And to the blameless I will show my salvation. ഇതിൽ ഒന്നിനോട് നമുക്ക് താല്പര്യം കാണും, ഒന്നിനോട് അത്ര താല്പര്യം വരുത്തുമില്ല. We might be interested in one thing, we might not be so interested in the other thing. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താൻ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന മാധ്യമം പാട്ടാണ്. And one of the ways in which we offer our praises to God is through songs. മലയാളമോ ഇംഗ്ലീഷോ ഹിന്ദിയോ നമുക്കറിയാവുന്ന ലാംഗ്വേജിൽ ഏതോ ഭക്തന്മാർ എഴുതി വെച്ചിരിക്കുന്ന പാട്ട് പാടുന്നതാണ് നമ്മൾ കൂടുതലും വർഷിപ്പിന് ദൈവത്തെ മഹത്വപ്പെടുത്താൻ ഉപയോഗിക്കുന്നത്. And the songs that have been written in different languages through different saints is one of the main ways in which we praise God. ആരാധനയിൽ പാട്ടിന് അതിൻ്റെതായ സ്ഥാനമുണ്ട്, അതിൻ്റെതായ അംഗീകരണമുണ്ട്. During a worship service, songs have its own dignified place. എന്നാൽ ഒരു ദൈവപൈതൽ അറിഞ്ഞിരിക്കേണ്ട ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം ആരാധന എന്ന് പറയുന്നത് ആരെങ്കിലും അവർ അനുഭവത്തിൽ പാടിയ പാട്ട് ഏറ്റുപാടുന്നതല്ല, ഹൃദയത്തിൽ നിന്ന്, സ്വന്തം ജീവിതത്തിൽ നിന്ന്, അകത്തു നിന്ന്, അന്തർഭാഗത്തു നിന്ന്, മനസ്സോട്, താല്പര്യത്തോട് സ്വയം ഉരുവിട്ട് പറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗമാണ്. അത് ദൈവത്തിന് കൊടുക്കുന്ന മഹത്വം. ആ സ്തോത്രയാഗം അർപ്പിച്ച് ദൈവത്തെ നാം മഹത്വപ്പെടുത്തണം. But praising God and worshiping God Hallelujah. is more than merely singing the songs that have been written before. It is coming from the deepest experiences of life and telling the Lord that God, we praise you and worship you because of what you have done, and offering the thank offerings through our mouth. എപ്പോഴും പോകുന്നിടത്തും ഇരിക്കുന്നിടത്തും വരുന്നിടത്തും ജോലി ചെയ്യുന്നിടത്തും എല്ലായിടത്തും നമുക്ക് പാട്ട് പാടാൻ ഒത്തൊന്നും വരത്തില്ല. Wherever we are in our workplace, wherever we are in our different situations of life, we might not be able to sing. എന്നാൽ ഏത് സമയവും നീ ഏത് കാര്യത്തിൽ ഏർപ്പെടുമ്പോഴും, യാത്രയിലും ജോലിയിലും ഒറ്റയ്ക്കിരിക്കുമ്പോഴും കൂട്ടമായിരിക്കുമ്പോഴും ജീവിതത്തിന്റെ രാത്രിയിലും പകലിലോ ഏത് അവസ്ഥയിലോ വൈന്ന് വരുന്ന ഒരു മഹത്വമുണ്ട്. അധരഫലം എന്ന സ്തോത്രയാഗ അത് അർപ്പിക്കുവാൻ ദൈവമക്കൾ ആരും മടി കാണിക്കരുത്, അലസത കാണിക്കരുത്, ഉദാസീനത കാണിക്കരുത്. ആ അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നത് ആരും കേട്ട് കാണത്തില്ല, ആരും അറിഞ്ഞു കാണത്തില്ല, അത് കേൾക്കാനും അറിയാനും ആരും കാണുകയുമില്ല. അതിന് മൈക്കിന്റെ ആവശ്യവുമില്ല. അത് കേൾക്കുന്ന അറിയുന്ന ഒരുവനുണ്ട്, അത് ചെല്ലുന്ന ഒരു സ്ഥലമുണ്ട്, അതിന്റെ സൗരഭ്യം മണക്കുന്ന ഒരുവനുണ്ട്, അതിൽ പ്രസാദിക്കുന്ന ഒരുവനുണ്ട്. ഇന്ന് പകലിൽ അവൻ ആരാധന കൈക്കൊള്ളട്ടെ. But if no one is watching you, no one is hearing you, Hallelujah. there is a way in which you can lift the Lord. It is continually giving the thank offerings through our mouth, because He deserves this and He sits on the throne of the praises of His people. And let our praises and our honor and worship continually be lifted to the one who alone deserves it at all times. ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. And therefore we praise God. ദൈവദാസന്മാർ ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാമെന്ന് പറയുമ്പോൾ ഓർത്തോണം, ആ സ്തോത്രം ചെയ്യുമ്പോൾ മറ്റാർക്കുമല്ല മഹത്വം, ദൈവത്തിന് മഹത്വം കൊടുക്കുകയാണ്. And therefore when the men of God, people of God invite you to worship, it is not for them, but it is for the Lord. ദൈവത്തിന് കിട്ടേണ്ട മഹത്വത്തെ, ദൈവത്തിന് കിട്ടേണ്ട പുകഴ്ചയെ, ദൈവമക്കളിൽ നിന്ന് ഉയരേണ്ട സ്തോത്രയാഗത്തെ, ആലയത്തിൽ വെളിപ്പെട്ട് ഉയരേണ്ട യാഗത്തെ നിർത്തലാക്കുക, ഇല്ലാതാക്കുക എന്നുള്ളതാണ്. നമ്മൾ അറിയാതെയോ അറിഞ്ഞോ കാണാതെയോ കണ്ടോ വ്യാപരിക്കുന്ന ഒരധർമ്മത്തിന്റെ വ്യാപാരമുണ്ട്. അതിന്റെ ലക്ഷ്യം നിരന്തര ഹോമിയാക നിർത്തലാക്കുക എന്നുള്ളതാണ്. But the worship that has to be manifested, the praises that have to be manifested, the glory of the Lord that have to be manifested in the church of God, in the communion of the saints, that is a power that resists such manifestation, and it is the power of transgression that is at work against the will of God. ശത്രുവിന് പാട്ട് നിർത്തലാക്കണമെന്ന് ആഗ്രഹമില്ല. The devil doesn't want songs to be stopped, നമ്മൾ എത്ര പാട്ട് വേണേലും പാടിക്കും, and he would allow us to sing as many songs as we ഏത് want. ലാംഗ്വേജിലെ പാട്ടും പാടിക്കും. And he would allow us to sing whatever languages we പക്ഷേ want to ശത്രുവിന് sing in. ഇഷ്ടമില്ലാത്തൊരു കാര്യമുണ്ട്. But there is one thing the devil doesn't like, യാഗം ഉയരരുത്, that sacrifices be lifted. യാഗം ഉയരരുത്. Sacrifices be lifted. ദൈവാത്മാവ് ദാനിയേലിന് ആ സത്യം വെളിപ്പെടുത്തി കൊടുത്തു. And God revealed this truth to Daniel. ദാനിയേൽ 9:27 വാക്യം ഒരാൾ വായിര്. Daniel 9 verse 27. ദാനിയേൽ 9:27. Daniel chapter 9 verse 27.
അവൻ ഒരാഴ്ച വട്ടത്തേക്ക് ആമീൻ പലരോടും നിയമത്തെ കഠിനമാക്കും. ആഴ്ചവട്ടത്തിന്റെ മധ്യേ അവൻ ഹനനയാഗവും ഭോജനയാഗവും നിർത്തലാക്കി കളയുകയും ചെയ്യും. മതി. കർത്താവിന്റെ വരവിന് ശേഷം നടക്കാൻ പോകുന്ന മഹോപദ്രവ കാലത്തിൽ അത് ഒരാഴ്ചവട്ടം എന്ന് പറയുന്നത് ഒരാഴ്ച 7 ദിവസം അല്ലെ 7 വർഷം. മഹോദ്രവം നടക്കുന്ന ആ 7 വർഷത്തിന്റെ മധ്യേ 3.5 വർഷം കഴിയുമ്പോൾ, അടുത്ത 3.5 വർഷം ആരംഭിക്കുമ്പോൾ അവൻ നിരന്തര ഹോമയാഗം നിർത്തലാക്കും. After the coming of the Lord, there would be a period of tribulation for 7 years. And after the first 3.5 years, in the next 3.5 years, we see the Antichrist coming and he is seizing all kinds of worship. ദൈവത്തിന് കിട്ടേണ്ട യാഗം അവൻ നിർത്തലാക്കും. And he would put an end to all kinds of sacrifices that belong to സംഭവിക്കുന്ന the Lord. കാര്യമല്ല. It is not something that is happening right now. കർത്താവിന്റെ സഭ ഇവിടുന്ന് ഉൾപ്രാപണം പ്രാപിച്ചതിന് ശേഷം നടക്കുന്ന കാര്യമാണ്. It is a thing that would happen after the church is taken from here. എന്നാൽ പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ആത്മീയ വെളിപ്പാടിൻ പ്രകാരം, But according to the revelation that was revealed to Paul, പൗലോസ് പുതുനിയമ സഭയായ തെസ്സലോനിക്ക സഭയോട് പറയുന്നു, he writes to the church at Thessalonica, അധർമ്മത്തിന്റെ വ്യാപാരം ഇപ്പോഴേ ഉണ്ട്. the power of abomination is at present. ആ മർമ്മം ഇപ്പോഴേ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. The mystery is already at work. 2 തെസ്സലോനി 2-ാം അധ്യായത്തിൽ നാം വാക്യം കൊടുത്ത് വായിച്ച് കേൾപ്പിക്കുകയാണ്. In 2 Thessalonians chapter 2. 2-ാം അധ്യായം 3 മുതലുള്ള വാക്യം വേഗം വായിച്ചാട്ടെ. 2 Thessalonians chapter 2 verse 3. ആ ആ ആ ആ ആ ആ ആ ആ അടുത്തത് ആ ആമേൻ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ പൗലോസിന്റെ കാലത്ത് തൊട്ടേ ആദിമ നൂറ്റാണ്ട് തൊട്ടേ വ്യാപരിക്കുന്നുണ്ട്. The secret power of lawlessness is already at work even in the first century. അടുത്തത് ആ ആ മതി. ഇന്ന് പകൽക്കാലം ഈ വചനത്തിൽ നിന്ന് അല്പകാര്യം ഓർമ്മിപ്പിക്കുകയാണ്. I want to remind you a few things from the word. പിശാചിന്റെ അന്ത്യക്രിസ്തുവിന്റെ ആ മർമ്മം, അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. The power of lawlessness is already at work. എന്താണ് ആ ശക്തി, ആ മർമ്മം? And what is that secret power? നമുക്കത് കാണാൻ കഴിയുന്നില്ല. We are not able to see it. അതൊരു മൂർത്തിയായി വന്നിട്ടില്ല. And it has not come to its fulfillment yet. ആളത്വ രൂപത്തിൽ ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. He has not been revealed in its true form പക്ഷേ yet. അതിന്റെ ശക്തി ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. But the secret power is already manifested. അവൻ ആളത്വമായി മൂർത്തിയായി വരുമ്പോൾ അവൻ ദൈവാലയത്തിൽ ഇരിക്കുമെന്നാണ് വായിച്ചത്. And we read that when the full manifestation happens, he is going to set himself in the temple against ഇന്ന് the അങ്ങനെ ഒരു Lord. ഭരണാധിപൻ മൂർത്തി ആളത്വം ദൈവാലയത്തിനകത്ത് ഇല്ല. And today we don't see such man in presence. പക്ഷേ അവന്റെ മർമ്മം, അവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. But the secret power is already at work. എന്താണ് ഇവന്റെ ഉദ്ദേശം? What is his plan? നിരന്തര ഹോമം നിർത്തലാക്കണം. That constant sacrifices should be stopped. ആരാധന നിർത്തലാക്കണം. Worship should be stopped. ദൈവത്തിന് മീതെ അവൻ ഉയരണം. That he wants to go above God. ദൈവികമായ കാര്യം ഇല്ലാതാക്കണം. And he wants to put an end to everything that belongs ഇത് to God. സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ And as it is being കർത്താവായ done, യേശു തന്റെ വായിലെ ശ്വാസത്താൽ Lord Jesus Christ by his breath, അവനെ നീക്കിക്കളയും, അവനെ ഒടുക്കിക്കളയും. he is going to put an end to him. ഇന്ന് പകൽക്കാലം ദൈവമക്കൾ ഈ സത്യം അറിഞ്ഞു വേണം ദൈവത്തെ ആരാധിക്കാൻ. And today the people of God need to be aware of this truth and worship the Lord. നമ്മിൽ നിന്ന്, നമ്മുടെ കുടുംബത്തിൽ നിന്ന്, നമ്മുടെ തലമുറയിൽ നിന്ന്, നമ്മുടെ കൂട്ടായ്മയിൽ നിന്ന് ഇല്ലാതാക്കാൻ നോക്കുന്നത് പാട്ടോ പ്രസംഗമോ അല്ല, ദൈവത്തിന് കിട്ടേണ്ട വചനപ്രകാരമുള്ള ആരാധനയാണ് ശത്രു തടയാൻ നോക്കുന്നത്. What the enemy is trying to stop is not songs or sermon, but true worship that arises from the heart of the believers. നമ്മുടെ കുഞ്ഞുങ്ങളെ അതിലേക്ക് വിടാതെ തടയുകയാണ്.
The devil is stopping our children to come into that true worship. യുവതലമുറയെ അതിലേക്ക് വിടാതെ തടയുകയാണ്. The enemy is stopping the youth to approaching ജനത്തെ true അതിലേക്ക് worship. വിടാതെ തടയുകയാണ്. The enemy is stopping the people of God to come into true worship. ഭൗതികത്തിലേക്ക് മാത്രം വിടുകയാണ്. And he is only allowing them to enter into കുടുംബ materialism. കാര്യത്തിലേക്ക് മാത്രം വിടുകയാണ്. To only focus on things of the family. ജോലി കാര്യത്തിലേക്ക് മാത്രം വിടുകയാണ്. To only focus on work. പഠന കാര്യത്തിലേക്ക് മാത്രം വിടുകയാണ്. To only focus on studies. ഇത് തിരിച്ചറിയേണ്ടത് And therefore we need to discern it. കർത്താവായ യേശുവിന്റെ ശ്വാസം ആത്മാവ് ഉള്ളിലുള്ളവർ ഇത് തിരിച്ചറിയണം. Whoever has the breath of Jesus in them need to discern these things. യേശു അവനെ ഒടുക്കിയത് പ്രസംഗത്താലല്ല, Well, how did Jesus stop him? ബൈബിൾ ക്ലാസ്സിനാലല്ല, It is not through Bible study. പ്രവചനത്താലുമല്ല, It's not through prophecy. യേശുവിന്റെ വായിലെ ശ്വാസത്താൽ അവനെ ഒടുക്കി. Jesus stopped him by the breath of his mouth. ഇന്ന് പകലിൽ ദൈവദാസന്മാരായി നമ്മൾ ഈ സത്യം അറിഞ്ഞോണം. We need to know this truth. പ്രസംഗം കൊണ്ടോ ബൈബിൾ ക്ലാസ് കൊണ്ടോ അല്ല, It is not through Bible study or through യേശു sermons. തന്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, Jesus says to his disciples, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ മേൽ അവൻ ഊതി. receive the Holy Spirit, and he breathed on them. കർത്താവായ യേശുവിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശ്വാസം ദൈവത്തിന്റെ ആത്മാവാണ്. And the breath that comes out of Jesus is the Holy Spirit. പ്രസംഗം കൊണ്ട് ഒതുങ്ങാത്ത ശത്രു, ബൈബിൾ ക്ലാസ് കൊണ്ട് ഒതുങ്ങാത്ത ശത്രു, പാട്ട് കൊണ്ട് ഒതുങ്ങാത്ത ശത്രു ദൈവത്തിന്റെ ആത്മാവിനാൽ, ദൈവത്തിന്റെ ശ്വാസത്താൽ, ദൈവത്തിന്റെ ശക്തിയാൽ ഈ പകൽക്കാലം ഒതുങ്ങുകയാണ്. The enemy that cannot be Hallelujah. resisted by sermons, the enemy that cannot be Hallelujah. stopped by through Bible study is stopped by the power of the Holy Spirit. നാം പ്രസംഗത്തിൽ മാത്രം ആശ്രയിക്കരുത്, Let us not be dependent on sermons ബൈബിൾ alone. ക്ലാസ്സിൽ മാത്രം ആശ്രയിക്കരുത്, Not merely in Bible studies നമ്മുടെ alone. അറിവിൽ മാത്രം ആശ്രയിക്കരുത്, Not on our songs alone. നമ്മുടെ ജ്ഞാനത്തിൽ മാത്രം ആശ്രയിക്കരുത്, Not on our knowledge alone. നമ്മുടെ തിയോളജിയിൽ മാത്രം ആശ്രയിക്കരുത്. Not on our theology alone. നമ്മുടെ ജീവിതത്തിൽ മേൽ ആവശ്യം What we need in our life ഒതുങ്ങാത്തവനെ ഒതുക്കുന്ന ഒരു പവറുണ്ട്, is a power that resists the enemy. അടങ്ങാത്തവനെ അടക്കുന്ന ഒരു പവറുണ്ട്. There is a power that overcomes the ആരാധനയ്ക്കെതിരെ വെല്ലുവിളിക്കുന്ന ശത്രുവിന് ദൈവാത്മാവിനാൽ നാം തകർത്ത് കളയണം. Every power that rises against the true worship will be resisted by the Spirit of God. ദൈവദാസന്മാരെല്ലാം ആ നിലവാരത്തിലെത്തണം. Therefore, people of God, men of God, we ഞാൻ need to rise ഉൾപ്പെടെ to that പറയുന്ന level. പാസ്റ്റർമാരായ നമുക്ക് പലപ്പോഴും പറ്റുന്ന പാളിച്ച, നമ്മൾ പ്രസംഗത്തിലും വചനജ്ഞാനത്തിലും ബൈബിൾ സ്റ്റഡിയിലും മാത്രം ആശ്രയിച്ച് നമ്മൾ അതിന്റെ ബലത്തിലാ പോകുന്നത്. പക്ഷേ അതല്ല വേണ്ടത്, ദൈവശക്തി തന്നെ വേണം. Often what happens to the ministers of God is they trust more on wisdom and knowledge of the word, but still stop relying on the power of the Holy Spirit. We need to rely on the power of the Holy Spirit. പൗലോസ് പറയുന്നു, എന്റെ പ്രസംഗം ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളാൽ അല്ല. And Paul says, my preaching did not come through words of wisdom. നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരം മനുഷ്യരുടെ ജ്ഞാനവുമല്ല, And what you need is not human knowledge, ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന്. but your foundation should be laid on the power of God. ദാളസ് ദൈവസഭയിൽ വ്യാപരിക്കേണ്ടത്, ഏജയ സഭയിൽ വ്യാപരിക്കേണ്ടത്, ആരാധനയിലായാലും പ്രാർത്ഥനയിലായാലും ബൈബിൾ ക്ലാസ്സിലായാലും പ്രസംഗത്തിലായാലും സഭായോഗത്തിലായാലും ഉപവാസ പ്രാർത്ഥനയിലായാലും വീട്ടു പ്രാർത്ഥനയിലായാലും വ്യാപരിക്കേണ്ട ശക്തി ദൈവശക്തി തന്നെയാണ്. The thing that should be most manifested in Hallelujah. our churches while we pray, while we preach, while we gather should be the power of the Holy Spirit. ആലയം പണിയുന്ന സെരുബാബേലിനെതിരെ വെല്ലുവിളി ഉയർന്നപ്പോൾ, തടസ്സം വന്നപ്പോൾ, ഭക്തന് ദൈവാത്മാവ് സെക്കറിയാവിലൂടെ പറഞ്ഞത് സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ. And when the powers of resistance Oh, rose against hallelujah. Zerubbabel while building the temple, Hallelujah. this is what the Spirit of God communicates to him, that it won't be through might, it won't be through power, but it will be through the power of the Holy Spirit. You will get this thing done. ദൈവാത്മാവിനെ ചില ദുരാത്മാക്കൾ വിട്ടുപോകുന്ന മാത്രമല്ല, It is not merely that certain evil spirits would be cast ചില out. രോഗികൾ സൗഖ്യമാകുമെന്ന് മാത്രമല്ല, It's not merely that certain people would be ചില healed. അന്യായ ബന്ധന വഴിയുമെന്ന് മാത്രമല്ല, It is not that certain people would be ചില ആഭിചാരങ്ങൾ തകരുമെന്ന് മാത്രമല്ല, It's not merely that certain ദൈവസഭയുടെ കാറ്റുപണിയെ തടഞ്ഞിരിക്കുന്ന, everything that resists the work of the Lord, ദൈവസഭയുടെ പണിയെ മുടക്കിയിരിക്കുന്ന everything that resists the work, ഏതെന്നെ സന്മലത്വ ധോപിയാവുമായാലും be the power of Sanballat ആ or Tobiah, തടസ്സം നീക്കുവാൻ that power would be gone away. സഭയുടെ കമ്മിറ്റിയെ കൊണ്ട് കഴിയാത്തത്, The thing that won't be done
സഭയുടെ ബോർഡിനെ കൊണ്ട് കഴിയാത്തത്, that is impossible for the church സഭയുടെ board, പണം കൊണ്ട് കഴിയാത്തത് that is impossible for the money of the സാധിപ്പിക്കുന്ന ഒരു church. ദൈവശക്തിയുണ്ട്. There is a power that would do it for us, and it is the ആ power of God. ശക്തി തന്നെ ആശ്രയിച്ചോണം. Therefore, rely on the power of ആ God. ശക്തി തന്നെ നിങ്ങളുടെ ജീവിതത്തിന്മേൽ ആശ്രയം പുതുക്കിക്കോണം. And let us continue to rely on that power of God. പ്രാർത്ഥനയിൽ ആ ശക്തിയാ വേണ്ടത്. We need that power in our ഈ prayer. ശ്വാസം മറ്റൊരാളെ അടുക്കെന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. We do not need to bring that breath from someone else. ഒരിക്കലും ഈ ശ്വാസം നിങ്ങളുടെ മേൽ ഊതിയതാ. Once this breath was breathed on ഒരിക്കലും ഈ you, ആത്മാവിനെ നിങ്ങളുടെ മേൽ അയച്ചതാ. once this Holy Spirit was sent on ഒരിക്കലും ഈ you, ആത്മാവിനെ നിങ്ങളുടെ മേൽ അഭിഷേകം ചെയ്തതാ. once you were anointed by ഇനി the അത് Holy പുതിയതായി Spirit, വരേണ്ട കാര്യമില്ല. and therefore it doesn't need to നീ appear ഒന്ന് വാ again. തുറന്നാ മതി. You open your mouth. നീ ഒന്ന് വാ തുറന്നാ മതി. You open your mouth. നീ ഒന്ന് ആത്മാവി പാടിയ ആരാധിച്ചാ മതി. You sing in the നീ Spirit. ഒന്ന് ആത്മാവി പ്രാർത്ഥിച്ചാ മതി. You praise in the Spirit. അന്യഭാഷയിൽ പ്രാർത്ഥിച്ചാ മതി. You praise in the Spirit. ആ ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്നുണ്ട്. That power is being revealed. എത്ര പേർക്ക് അത് അറിയാൻ പറ്റുന്നുണ്ട്? How many of us can ആ experience ശക്തി that? എന്റെ മേലുണ്ട്. That power is upon എന്റെ you. ആരാധനയെ തടയുന്ന ശത്രുവേ, The enemy who is trying to resist എന്റെ my യാഗത്തെ worship. തടയുന്ന ശത്രുവേ, The enemy who is resisting എന്റെ my അഭിഷേകത്തെ sacrifice. തടയുന്ന ശത്രുവേ, Enemy who is resisting എന്റെ my പ്രാർത്ഥനയെ praises. തടയുന്ന ശത്രുവേ, Enemy who is resisting my ദൈവ പ്രവൃത്തിയെ worship. തടയുന്ന ശത്രുവേ, Enemy who is resisting എന്റെ the തലമുറയെ praises. തടയുന്ന ശത്രുവേ, The resisting the will of ഇന്ന് God. പകൽക്കാലം എന്റെ മേലുള്ള ആത്മാവിന്റെ അഭിഷേകത്താൽ By the power of the Lord that is ഞാൻ upon നിന്നെ me, ശാസിക്കുകയാണ്. I rebuke you. ഞാൻ നിന്നെ ശാസിക്കുകയാണ്. Rebuke you. നിന്നെ ഞാൻ അമർച്ച ചെയ്യുകയാണ്. I rebuke you. നിന്നെ ഞാൻ ഒതുക്കുകയാണ്. I rebuke you. നിന്റെ and മേൽ ഞാൻ devour you. ജയമെടുക്കുകയാണ്. I overcome you. യേശുവിന്റെ നാമത്തില്, In the name of Jesus. യേശുവിന്റെ നാമത്തില് In the name of ഈ Jesus. പകലിൽ തന്നെ അവകാശം വിടുവിക്കപ്പെടട്ടെ. Let the power of the Lord be revealed and His people be set free. Hallelujah. Amen. Hallelujah. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ വായിൽ ഒരു ശ്വാസം ദൈവം തന്നിട്ടുണ്ട്. God has given breath in our mouth. നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവിന് ദൈവം തന്നിട്ടുണ്ട്. God has given us a spirit in our നമ്മുടെ heart. വായിൽ ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ ഇരുവായ്ത്തിലുള്ള വാള് ദൈവവചനം ദൈവം തന്നിട്ടുണ്ട്. God has given us the word of God sharper than any two-edged sword. നമ്മൾ അത് അടക്കി വെക്കാനല്ല. Let us not keep it down. അധർമ്മത്തിന്റെ വ്യാപാരം ആരാധനയ്ക്കെതിരെ തലമുറയ്ക്കെതിരെ ഉണ്ടെന്ന് കാണുമ്പോൾ മാതാപിതാക്കൾ വാ തുറക്കണം, ആ ശ്വാസം പുറപ്പെടുവിക്കണം. And when you see the power of Hallelujah. lawlessness resisting the worship of God, use the weapons that God has given you. ദൈവത്തിന്റെ ഭക്തനെ ഒരു അഭിഷേക പൗറുള്ള അഭിഷേകം ദൈവം ആണ്ടുകൾ മുൻപേ തന്നത് ഉള്ളിക്കിടപ്പുണ്ട്. God has given you a powerful anointing, servant of അത് God. ദൈവസഭയിൽ ഹൃദയത്തിന്റെ ആത്മീയ മനുഷ്യന്റെ ആഗ്രഹത്തിനൊത്തവണ് ആരാധന യാഗം ഉയരുന്നില്ല എന്ന് കാണുമ്പോൾ വാ തുറന്ന് ആ ശ്വാസം പുറത്തു വിടണം. And when you don't see Hallelujah. the thing that needs to be manifested, not being manifested in worship, Hallelujah. use the power of the Lord and the ആ anointing of the Lord. അധികാരം, ആ ശക്തി ആത്മാവിൽ പുറത്തു വിടണം. And release that in the spirit of the Lord. അതിനാൽ നമ്മുടെ ജീവിതത്തിന്മേൽ ദൈവം നമ്മളെ ആക്കി വെച്ചിരിക്കുന്നത്. And that is why God has kept us here. യേശു തന്റെ ശ്വാസത്താൽ അവനെ ഒടുക്കി. And Jesus conquered him by the breath of പ്രിയ his mouth. വിശ്വാസികളെ, നിങ്ങളുടെ വീട്ടിലെ പോരുകളെ ഒടുക്കാൻ പ്രവാചകൻ വരണമെന്നില്ല. People of Yes. God, you do not need a prophet to come to your house to overcome the things that you സഹോദരന്മാരെ, imagine. നിങ്ങളുടെ തലമുറയ്ക്കെതിരെ അവകാശത്തിനെതിരെയുള്ള പോരുകളെ, നിന്റെ പ്രാർത്ഥനയെ ആരാധനയെ തടയുന്ന, യാഗത്തെ തടയുന്ന പോരുകളെ, അതിന്റെ വ്യാപാരത്തെ തടയാൻ ഒരു പ്രവാചകനോ ഒരു പാസ്റ്ററോ വന്ന് തലേ കൈവെക്കണമെന്നില്ല. യഹോവയുടെ ശ്വാസം നിന്റെ അകത്ത് ദൈവം തന്നിട്ടുണ്ട്. അത് നീ വാ തുറന്ന് ആ ശ്വാസം പുറത്തെടുക്ക്. യേശുവിന്റെ നാമത്തിൽ ദൈവാത്മാവിന്റെ ശക്തി നീ പുറത്തെടുത്ത് ശാസിക്ക്. നിന്റെ അവകാശത്തിൽ നിന്ന്, നിന്റെ വാസസ്ഥലത്ത് നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന്, നിന്റെ യാഗത്തിൽ നിന്ന്, ശുശ്രൂഷയിൽ നിന്ന് ഈ അന്ധകാരത്തിന്റെ വ്യാപാരം ഇന്ന് പകലിൽ അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ അത് മാറിപ്പോകുകയാണ്. You do not need a servant of the Lord. Hallelujah. You don't need a prophet of the Lord to come to Hallelujah. your house to pray for you or Yes. lay their hands on you to win the battles that you are fighting, because the breath of Jesus Christ, the Holy Spirit is within you, and through the breath God has given you the authority to open your mouth and resist the work of the enemy. Command the enemy to flee away from you, and he will flee away from you and your family, and the worship and the glory of the Lord will be manifested in your families. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാമത്തെ വാക്യം ഒരാൾക്ക് വായിക്കാം. ആവർത്തന പുസ്തകം 28-ാം അധ്യായം 47-ാം വാക്യം.
Deuteronomy chapter 28, verse 47. ആ സകല വസ്തുക്കളെയും ആ സമൃദ്ധി ഹേതുവായിട്ട് ഈ വാക്യം ദൈവസഭ മുഴുവൻ ശ്രദ്ധിച്ച് കേൾക്കുകയും വായിക്കുകയും ചെയ്യുക. സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട് നിന്റെ ദൈവമായ യഹോവയെ നിന്റെ ദൈവമായ യഹോവയെ നീ നീ ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കേണ്ട നല്ല ഹൃദയ സന്തോഷത്തോടും കൂടെ സേവിക്കായിക കൊണ്ട് യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ മതി ഞാൻ ആ വാക്യം തൊട്ട് പ്രകാരം വായിപ്പിക്കുക. ഈ ഭാഗം ഒന്ന് ഓർമ്മിപ്പിച്ച ചാട്ട്. ദൈവമക്കൾ, ദൈവസഭ, കുടുംബങ്ങൾ, തലമുറകൾ എങ്ങനെ ദൈവത്തെ സേവിക്കണം? People of God, families of God, how should we worship and serve the Lord? ഇവിടെ വായിക്കുക, സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായിട്ട്. At a time of great prosperity, ഇന്ന് ഏതെങ്കിലും വസ്തുക്കൾക്ക് ദാരിദ്ര്യമുള്ള വീടുകൾ ആരെങ്കിലും ഉണ്ടോ? എനിക്ക് ഈ രാജ്യത്തുനിന്ന് കിട്ടിയ ഓഫർ ഞാൻ തന്നിച്ചു പോവാം. and are you lacking anything in your house? If you are lacking anything, I will give you the offering that I have received. ഏതെങ്കിലും ദാരിദ്ര്യം, ഭക്ഷണത്തിനോ ഇറച്ചിക്കോ മീനിനോ ആട്ടിറച്ചിക്കോ പോത്തിറച്ചിക്കോ കോഴിയിറച്ചിക്കോ താറാവിറച്ചിക്കോ ടർക്കിക്കോ എന്തിനെങ്കിലും മീനിനോ നെയ്മീനോ മറ്റേതെങ്കിലും മീനിന് ബുദ്ധിമുട്ടുണ്ടോ? പച്ചക്കറിക്ക്, വെജിറ്റബിളിന്, ഐസ്ക്രീമിന്, കേക്കിന്, ബേക്കറി സാധനങ്ങൾക്ക്, പലഹാരങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? Are you lacking anything in meat, in food, in poultry, whatever it might be, in bakery items? Are you lacking in anything? ഇനിയിപ്പോ ചൂടുകാലം വരാൻ പോവാ. Now it's going to be അതിന് summertime. പറ്റിയ ഡ്രസ് ഇല്ലാത്ത, കോട്ടൺ ഡ്രസ് ഇല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is anyone lacking clothes for that summer season? തണുപ്പ് കാലത്തിന് പറ്റിയ വസ്ത്രമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? Is there anyone among us who doesn't have clothes for ആ winter സമയം season? കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ഇടാൻ പറ്റിയ ഷൂസ്, ചെരുപ്പുകളില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? And we have shoes for every season. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ലല്ലോ. Are we lacking anything at all? സകല വസ്തുക്കളുടെയും സമൃദ്ധി ഹേതുവായി The prosperity of everything. ഒരു കൈ നെഞ്ചത്ത് വെച്ച് ഒരു കൈ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറ, കർത്താവേ, എന്റെ താഴ്ചയിൽ നീ എന്നെ ഓർത്തു. Put one hand on your chest and the other hand lifted to heaven and say, God, you remembered me. എന്റെ പട്ടിണിയിൽ, എന്റെ ദാരിദ്ര്യത്തിൽ, എന്റെ In my ഇല്ലായ്മയിൽ, hunger, in my എന്റെ nakedness, ബുദ്ധിമുട്ടിൽ in my എന്റെ troublesome time, എന്റെ മാതാപിതാക്കൾ എന്നെ വളർത്താൻ, എന്നെ പഠിപ്പിക്കാൻ അനുഭവിച്ച പ്രയാസങ്ങൾ, the troubles that my parents went through to raise me, ഞങ്ങൾക്ക് ആഹാരം തരാൻ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ, the troubles they had to go through to put ഞങ്ങളെ food on our സ്കൂളിൽ table, കോളേജിൽ വിടാൻ അവരനുഭവിച്ച ഭാരം, the pains that they went through to put us through good ഞങ്ങളെ education, വിവാഹം കഴിച്ച് അയപ്പിക്കാൻ അവരനുഭവിച്ച ഭാരം, the troubles that they went through to get us married. ഇന്ന് എന്റെ മേൽ നിന്ന് മാറ്റി, And now you have taken that pain എന്റെ away from കുടുംബത്തിൽ നിന്ന് us. മാറ്റി, You have taken that pain away from എന്റെ our family. തലമുറകൾക്ക് ആ പട്ടിണിയില്ലാതെ, Now my children are not lacking ഞാൻ anything. അനുഭവിച്ച ദാരിദ്ര്യം, പട്ടിണി, ഞെരുക്കമില്ലാതെ എന്റെ കുഞ്ഞുങ്ങളെ നീ വളർത്തുന്നു, God, you are raising my children without any lack in their അവരെ life. പഠിപ്പിക്കുന്നു, You are blessing them. അവരുടെ ഭാവിക്ക് വേണ്ടി കരുതുന്നു, You are preparing a എന്നെ ഈ future for സമ്പന്ന them. രാജ്യത്ത് കൊണ്ടുവന്നു, And you have brought us to a land of great വേണ്ടുന്നതെല്ലാം prosperity. തന്നു, And you have given us everything we ആഹാരത്തിന് need. ആഹാരം, Food for food. മൃഷ്ടാന ഭോജനം തന്നെ തന്നു പുലർത്തുന്നു, Even great food. വേണ്ടുന്ന വസ്ത്രമെല്ലാം നീ എനിക്ക് തന്നു, You have given us every clothing we need. തണുപ്പത്തും ചൂടത്തും ഉപയോഗിക്കത്തക്ക പാർപ്പിടവും സൗകര്യങ്ങളും നീ തന്നു, And you have given us enough comfort for every season. തണുപ്പത്തും ചൂടത്തും യാത്ര ചെയ്യത്തക്ക വാഹന സൗകര്യം നീ തന്നു, You have given us provisions to travel സകല in every വസ്തുക്കളെ season. സമൃദ്ധി നീ തന്നു കർത്താവേ. God, you have given us അത് prosperity ഞാൻ in everything. അനുഭവിക്കുന്നു, I experience it. എന്റെ കുടുംബം അത് അനുഭവിക്കുന്നു, Our children are എന്റെ മക്കൾ അത് അനുഭവിക്കുന്നു. Our children experience it. എന്നാൽ ഇന്ന് പകലില് But this അതനുഭവിച്ചിരിക്കുന്ന ഞങ്ങൾ the people that experience this ഉന്മേഷത്തോട്, with great energy, ഉന്മേഷത്തോട്, passion, നല്ല ഹൃദയ സന്തോഷത്തോട്, with joy, നല്ല ഹൃദയാനന്ദത്തോട്, gladness of heart, മനസ്സൊരുക്കത്തോട് with preparedness of നിന്നെ heart. ആരാധിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, We were unable നിന്നെ to worship സ്തുതിക്കാൻ you, കഴിയാതെ പോയിട്ടുണ്ട്, unable to നിന്നെ praise you, സ്നേഹിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, നിന്നെ സേവിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്, നിന്നെ മാനിക്കാൻ കഴിയാതെ പോയിട്ടുണ്ട്. ഞങ്ങളുടെ കുറവ് ഞങ്ങളോട് ക്ഷമിക്കണമേ, forgive us our ഞങ്ങളുടെ mistakes, നന്ദികേട് ഞങ്ങളോട് ക്ഷമിക്കണമേ. forgive us our lack of gratitude. Amen. ദൈവം തരുന്ന നന്മ, എല്ലാ സുഖ സൗകര്യങ്ങളും സകല വസ്തുക്കളുടെ സമൃദ്ധിയും അനുഭവിച്ചിട്ട്
എങ്ങനെ ദൈവത്തെ സേവിക്കണം? ഉന്മേഷത്തോടെ ദൈവത്തെ സേവിക്കണം. After enjoying every goodness that God has given us, how should we serve the Lord? With great joy. അലസരായിട്ടല്ല, It should not be through laziness. മടിയുള്ളവരായിട്ടല്ല, It should not be through lackadaisical attitude. നിർവിചാരികളായിട്ടല്ല, It should not be through procrastination. മന്ദതയുള്ളവരായിട്ടല്ല, It should not be through lazy act. മനസ്സില്ല മനസ്സോടല്ല. It should not be through a heart നീ without ദൈവത്തെ desire. സേവിക്കുന്നത്, ആരാധിക്കുന്നത്, സ്തുതിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത് നല്ല ഉന്മേഷത്തോടെ തന്നെ വേണം. But praise the Lord and worship the Lord with great gladness. ഞാൻ കഴിഞ്ഞ ദിവസം ദൈവസഭയിൽ ഇപ്രകാരം ചോദിച്ചു, Few days back I asked this ഇനി question in a ഈ church. രാജ്യത്തുനിന്ന് നിങ്ങളെ എങ്ങോട്ടാ കൊണ്ടുപോകണ്ടേ? Now where should God take you from this country? ഒരിക്കൽ പ്രാർത്ഥിച്ച് കർത്താവ് ഗൾഫിൽ എങ്ങനെ അയക്കണം, ഗൾഫിൽ കൊണ്ടുപോയി, ഗൾഫിൽ നിന്ന് പിന്നെ ഇവിടെയും കൊണ്ടുവന്നു. Once we prayed that God would take us to Gulf countries, and from there we prayed that God would bring us to US, and God has brought us to US. ഇനി എന്തോ ആ പ്രവചനം കേൾക്കേണ്ട, ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്നു. And now what prophecy do you want to hear? That you would be moved to അങ്ങനെ ഒരു Australia? ദൂതാന്നോ വേണ്ടി ഇനി നിന്നെ അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ കൊണ്ടുപോകുന്നു. Now what message of prosperity do you want to hear? ലോകത്തിൽ വരാവുന്ന ഏറ്റവും ടോപ്പിലാ ദൈവം കൊണ്ടുപോയേക്കുന്നേ. God has brought you to the highest place in this world. ഇനി ഇവിടുന്ന് ഇതിനപ്പുറം ഒരു ടോപ്പ് ഉണ്ടെങ്കിൽ ഉയരമാ. And if there is anything beyond US, it's the heaven. ഇനി ഇവിടുന്ന് അമേരിക്ക ഒന്ന് പോകുന്നെങ്കിൽ അങ്ങോട്ടേ പോകാവൂ. If you are moving from US, move to heaven. Praise the Lord. മനസ്സിലായോ? കാരണം ലോകത്തിൽ ലഭിക്കാവുന്ന, കാണാവുന്നതും തിന്നാവുന്നതും കുടിക്കാവുന്നതും ധരിക്കാവുന്നതും അനുഭവിക്കാവുന്ന എല്ലാ സുഖവും സകല വസ്തുക്കളുടെ സമൃദ്ധി ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ദൈവം തന്നുകൊണ്ടിരിക്കുക. Because God has already blessed us with the best of everything in this world. In dressing, in food, in material things, everything. God has blessed us and has prospered us. താമസമിന Soon, ഇവിടുന്ന് ഒരു യാത്രയുണ്ട്. there is going to be a ആ journey. യാത്ര In that journey, നിത്യതയിലേക്കാകണം, that journey will be to eternity. ഉയരത്തിലേക്കാകണം, It will be to the highest ശാശ്വത heavens. ഭവനത്തിലേക്കാകണം, It will be to our eternal പ്രിയം house. വെച്ച നാട്ടിലേക്കാകണം, It should be the land that we've been waiting for. പ്രിയന്റെ നാട്ടിലേക്കാകണം. It should be the land of our beloved. ഇവിടുത്തെ ജീവിതം അതിനു വേണ്ടിയാകണം. And therefore prepare your life for that journey. സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായത് അനുഭവിച്ചവർ ഉന്മേഷത്തോടെ ദൈവത്തെ ആരാധിക്കണം. And if you have enjoyed the prosperity of everything that God has given you, serve the Lord with gladness. ദാവീദിന്റെ ആത്മീയ വാഞ്ച ദാവീദ് പറയുന്നു, ഞാൻ എപ്പോൾ ദൈവസന്നിധി ചെല്ലാനിടയാകും. David manifests the desire of his heart, and is his desire that how can he get to the house of the Lord. ഇവിടെ വന്ന് കയറിയ പിന്നെ നമ്മുടെ ചിന്ത എപ്പോ ഇവിടുന്ന് പോകാനിടയാകുമെന്ന്. Once we come to the church, our thought is, when can I go back to my house? Praise the Lord. മനസ്സിലായോ? അതാണ് അന്നത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആത്മീയ ദർശനവും ഇന്നത്തെ ഭക്തന്മാരുടെ ഹൃദയത്തിലെ ആത്മീയ ദർശനം തമ്മിലുള്ള വ്യത്യാസം രാത്രിയും പകലും പോലെ. There is a great distinction and difference between the heart's desire of the saints back then and the saints today. ബോംബെയിലെ ഞങ്ങളുടെ വർഷിപ്പ് ആരാധന ഫാസ്റ്റിംഗ് പ്രൊക്കെ തീരുമ്പോൾ സഭായവും തീരുന്ന 3 മണിക്ക്, ഫാസ്റ്റിംഗ് പ്രൊക്കെ തീരുമ്പോൾ 5 മണിയൊക്കെ ആകും. There are times where our Sunday morning prayers would end at 3 and our fasting prayers would end at 5. അത് അനുഭവിച്ച് വളർന്നവനാ കഴിഞ്ഞ 5 വർഷം മുമ്പ് വരെ. And I was someone who had experienced that for the past 5 years, or before 5 years. 12 മണിക്ക് ഞാൻ ശുശ്രൂഷിക്കാൻ എഴുന്നേറ്റ് ചിലപ്പോൾ 5:30 വരെ എൻ്റെ കൂടെ ഇന്ന് ട്രാൻസ്ലേഷനാണ് ഹിന്ദിയിലോട്ട്. മനസ്സിലായോ? ഞാൻ ചോദിക്കും മീറ്റിംഗ് കഴിയുമ്പോൾ ക്ഷീണിച്ചോളാം, കാരണം ഫാസ്റ്റിങ്ങിലല്ലയോ, ക്ഷീണിച്ചോടാന്ന് ചോദിക്കും. ഇല്ല പപ്പായോട് നിൽക്കാതിരിക്കാൻ പറ്റുമോ? മനസ്സിലായോ? പപ്പായുടെ കൂടെ നിൽക്കാതിരിക്കാൻ പറ്റുമോ? അന്ന് നിന്നേൻ്റെ ഗുണമായത്. ഹല്ലേലൂയ. Dad would stand at 12 o'clock to start his sermon, and meeting would go up to 5:30, and I would be translating with him, and he would ask me, are you tired? I would say no, because I have to stand with you. ട്രെയിൻ കയറി വരുന്ന മറാഠികൾ, ദൈവമക്കൾ, വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, ചാനേ ജില്ലയിൽ നിന്ന്, ബോംബെയുടെ ഭാഗത്തു നിന്നൊക്കെ വരുന്നവർ രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ ചിലപ്പോൾ 11 മണി 11:30 ട്രെയിൻ കയറിയാണ് തിരിച്ചവർ പോകുന്നത്. പിന്നെയും പിറ്റേ ദിവസം രാവിലെ അതേ ട്രെയിൻ കയറി 2 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ചെയ്ത് ഇടിയും കൊണ്ട്, ബോംബെയുടെ ട്രെയിൻ അറിയാവോ, കയറണ്ട അവർ കയറ്റിക്കോളും, ഇറങ്ങണ്ട അവർ ഇറക്കിക്കോളും, പ്ലാറ്റ്ഫോമിൽ നിന്നാൽ മതി. അവർ കയറ്റും. എന്നെ അങ്ങനെ കയറ്റി ഇറക്കിയിട്ടുണ്ട് അവർ. താഴെ ഇട്ടിട്ട് ദാദർ സ്റ്റേഷൻ ഇട്ട് ചവിട്ടിയിട്ടുമുണ്ട്. മനസ്സിലായോ? ആ ജീവിതം ബോംബെയുടെ ജീവിതം. ആ നിലയിൽ ആ കൊലപ്പാരാത്രിക്ക് ട്രെയിൻ കയറി പോയിട്ട് പിറ്റേ ദിവസം രാവിലെ 10 മണിയെന്ന് പറയാനുണ്ടല്ലോ, 10:30 9:45 ആലയത്തിൽ വന്നിരിക്കും. അതാണ് ആത്മീയം.
ഞാൻ നിങ്ങളെ കുറ്റം പറയുന്നില്ല. പക്ഷേ സകല വസ്തുക്കളുടെയും സമൃദ്ധി ഉണ്ടെങ്കിലും 10 മണിക്കൊന്ന് ഭക്തൻ അനൗൺസ്മെൻറ്റ് ചെയ്താൽ 9:50 ആലയത്തിൽ വരണം. വേണ്ട, 9:59 വാ. താമസിച്ച് വന്നാലും ഞങ്ങളെ നേരത്തെ വിട്ടേക്കണം. ഞങ്ങൾ താമസിച്ച് വന്നാലും ഞങ്ങളെ നേരത്തെ വിട്ടേക്കണം. ഇതാ നമ്മുടെ സ്ഥിതി. നമ്മുടെ മാതാപിതാക്കളെ ഞാൻ ചില ദിവസം കൂടെ കഴിയുമ്പോൾ ആയി തോന്നുന്നു പോകും. ഞാൻ പോയാലും കർത്താവ് ഇവിടെയുണ്ട്. മാതാപിതാക്കളോട് പറയുക, നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യാസം വരാമെങ്കിൽ ദൈവത്തോട്, ദൈവിക വിഷയത്തോട്, ദൈവസഭയോട്, ദൈവസഭയുടെ വിഷയത്തോട്, സുവിശേഷ വേലയോട്, സകലാത്മീയ കാര്യത്തോടും നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് യഥാർത്ഥമായ ഒരു വ്യത്യാസവും 50-ാം സംഘത്തിൽ 22-ാം വാക്യത്തിൽ വായിച്ച പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രമീകരണവും വരാമെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങളുടെ സകല ഭാഗത്തും ദൈവം ക്രമീകരണം വരുത്തും. നമ്മുടെ കുടുംബത്തിന്റെ സകല വിഷയത്തിലും ദൈവം ക്രമീകരണം വരുത്തും. I come from a place where people would go through great lengths to remain in the presence of the Lord. Time is not a factor there. Spending energy and effort is not a factor there, because their desire is to continue to be in the presence of the Lord. And let me encourage you, parents, that if we reorient ourselves to the presence of God and the will of God and bring our life back to orderliness the way we need to be, our children would see our example and would want to join with us in the presence of the Lord. Let our heart be for the Lord and for His presence. Amen. അപ്പോൾ ഉന്മേഷത്തോട് ദൈവത്തെ സേവിക്കണം. So therefore, let us serve the Lord with great passion. ഇന്ന് പകൽ ഇത്രയും പേര് വന്നത് ഒരുമാതിരി ആത്മീയ കാഴ്ചപ്പാട് നിങ്ങളുടെ ഉള്ളിൽ ഉള്ളത് കൊണ്ടാണ് പകൽ ഇത്രയും പേര് വന്നത്. And this morning I see so many people over here, and I believe that God has given you a vision about His presence. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ ജനം കൂടുന്ന പ്രാർത്ഥന ഭവന പ്രാർത്ഥനയ്ക്കാണ്. In America, the most amount of people gather for cottage meetings or house prayers. ഞാൻ ന്യൂയോർക്കിൽ ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട്, സഭായോഗത്തിൽ കാണാത്തവരെയും കോട്ടേജ് മീറ്റിംഗിൽ കാണാം. And I spoke once in New York, and I told them that even the people that don't come for Sunday worship would come for house prayers. സഭായോഗത്തിൽ ഇല്ലാത്ത ചിലത് കോട്ടേജ് മീറ്റിംഗിലുണ്ട്. Because there are always some people who would only show up for house meetings. ഇവിടെ അതുമുണ്ട്. എല്ലാ സഭായും കഴിയുമ്പോൾ ഇവിടെ അതുമുണ്ട്. എല്ലാ സഭയിലും അതില്ല, ഇവിടെ അതുമുണ്ട്. അങ്ങനെ ദൈവം നിങ്ങളെ മാനിച്ചില്ലേ? അപ്പം നിങ്ങൾക്ക് എന്തുകൊണ്ട് ഉന്മേഷം വന്നുകൂടാ? We have time of fellowship even after a Sunday morning, and therefore we need to be even more passionate and glad in the presence of the Lord. ആത്മീയമായ ഒരു ഉന്മേഷം ദൈവ വിഷയത്തോടെ വേണം. There needs to be a spiritual zeal and passion for the Lord. ഒന്നുമില്ലെങ്കിൽ ഞാൻ സത്യം കൊണ്ട് പറയാം, അലസതയോട് ഒരിക്കലും ദൈവ വിഷയത്തിൽ ഏർപ്പെടില്ല. Do not ever be involved with a lackadaisical attitude for the presence of the Lord. പാടിയില്ല, പ്രസംഗിച്ചില്ല, വന്നില്ല, അത്രയേ ഉള്ളൂ. പക്ഷേ വന്നാൽ അലസത കാണിക്കരുത്. If you don't come, you don't come. If you don't preach, you don't preach. If you don't sing, you don't sing. But if you come, don't come half-heartedly. പുസ്തകമെടുത്താൽ അലസത കാണിക്കരുത്. If you carry this book, do not carry it half-heartedly. പ്രാർത്ഥിക്കാൻ മുട്ടുമടക്കിയാൽ അലസത കാണിക്കരുത്. If you bend your knees for prayer, don't do it half-heartedly. ഉന്മേഷത്തോടെ തന്നെ, but with passion. രണ്ടാമത്തെ, നല്ല ഹൃദയ സന്തോഷത്തോടെ, with great gladness of heart. ഹൃദയത്തിൽ ഞരക്കം കൊണ്ടല്ല, not with murmuring in heart, ഹൃദയത്തിന്റെ ഭാരത്തോട് വ്യസനത്തോടെയല്ല, not with sadness of heart, മനസ്സോടെ ആകരുത്. it should not be half-heartedly. നിർബന്ധത്താൽ വരുത്. It should not be through compulsion. അതിലൊന്നിനും ദൈവത്തിന് പ്രസാദമില്ല. God is not pleased in that. ദൈവിക വിഷയത്തിൽ ഏർപ്പെടുന്നതും ചെയ്യുന്നതും അത് ആത്മാവ് കൊണ്ടാകട്ടെ, ശരീരം കൊണ്ടാകട്ടെ, മനസ്സുകൊണ്ടാകട്ടെ, ഭൗതിക നന്മ കൊണ്ടാകട്ടെ, സമയം കൊണ്ടാകട്ടെ, ഏത് വിധത്തിൽ ചെയ്താലും നല്ല ഹൃദയ സന്തോഷത്തോടെ ചെയ്തോണം. If you're involved in the things of God, in your spirit, through your body, through your mind, through your finances, always be involved with 100% zeal and passion of your heart. ദൈവം അത് കാണും. Because God sees it. അതിനൊരു അനുഗ്രഹം വേറെയാ. Because that blessing is different. അതിനൊരു പ്രതിഫലം വേറെയാ. God has kept a blessing for ഇങ്ങനെ it. ദൈവത്തെ സേവിച്ചില്ലെങ്കിൽ, if you don't serve the Lord in this manner, അങ്ങനെ ദൈവത്തെ സേവിക്കായിക കൊണ്ട്, and because you did not serve the Lord in this manner, അടുത്ത വാക്ക് വായിച്ചേ, യഹോവ നിന്റെ നേരെ അയക്കുന്ന ശത്രുക്കളെ നീ വിശപ്പോടും ദാഹത്തോടും നഗ്നതയോടും എല്ലാവിധ ഞെരുക്കത്തോടും കൂടെ നീ സേവിക്കും. ഒന്നുകിൽ ദൈവത്തെ അല്ലെങ്കിൽ ശത്രുവിനെ സേവിച്ചിരിക്കും.
You will either serve the Lord with joy or you would serve the enemy with all kinds of മുമ്പേ pain. ദൈവഭക്തൻ ഓർമ്മിപ്പിച്ചല്ലോ പ്രാരംഭത്തിൽ, I reminded you one thing, ദൈവത്തെ മാനിക്കുന്നവരെ ദൈവം മാനിക്കും. that those who honor the Lord, God would honor them. ദൈവത്തെ നിന്ദിക്കുന്നവൻ നിന്ദിക്കപ്പെടും. And those who reject the Lord would be rejected by the യഹോവേ, Lord. എന്റെ നിന്ന നീക്കണേ, എന്റെ മക്കളുടെ നിന്ന നീക്കണേ, എന്റെ ഭാവിയുടെ നിന്ന നീക്കണേ, എന്റെ കുടുംബത്തിന്റെ നിന്ന നീക്കണേ എന്ന് ഞാനും നിങ്ങളും രാപകല് പ്രാർത്ഥിക്കുമ്പോഴും ഒരു കാര്യം ഓർത്തോണം, ദൈവത്തെ മാനിച്ചിട്ടാണോ ഇത് പ്രാർത്ഥിക്കുന്നത്? When we cry before the Lord, pray before the Lord, Hallelujah. God, take away the shame of my family, take away the shame of my children, take away the shame in my different parts of life. Are we praying after honoring God? ദൈവത്തെയും ദൈവവിഷയത്തെ മാനിച്ചിട്ടാ എന്റെ നിന്ന നീക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നെങ്കിൽ നിന്നെ നിന്ദിക്കുന്നവരേവരും കണ്ട് ലജ്ജിക്കേണ്ടതിനായി ദൈവം നന്മയ്ക്കായി ചില അടയാളം നമ്മുടെ മേൽ ചെയ്യും. But if you are someone who truly Hallelujah. serves the Lord and with the Yes. joy of heart, with the gladness of heart, and honors Him, that is God who comes down and works for you. ദൈവത്തെയും ദൈവിക വിഷയത്തെയും മാനിക്കാതെ അതിനെ ഒരു ഭാഗത്ത് വില കൊടുക്കാതെ മാറ്റിവെച്ചിട്ടാ എന്റെ നിന്ന നീക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതെങ്കിൽ ദൈവം അതിനുത്തരവാദിയല്ല. ദൈവത്തെ മാനിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം മാനിക്കും. ദൈവത്തെ നിന്ദിച്ചിട്ടാണെങ്കിൽ നമ്മൾ നിന്ദിതരായിത്തീരും. But if you do not honor God, if you don't consider God and your prayer is, God, honor me and bless me, God doesn't take consideration of such prayer, because those who honor God will be blessed by the Lord. പട്ടിണിയോട് ദൈവത്തെ സേവിക്കാനല്ല, സകല വസ്തുക്കളുടെ സമൃദ്ധി ഹേതുവായി ഉന്മേഷത്തോടും നല്ല ഹൃദയ സന്തോഷത്തോടും ദൈവത്തെ സേവിക്കുക. ഇല്ലെങ്കിൽ പട്ടിണിയോടും ദാഹത്തോടും നഗ്നതയോടും വിശപ്പോടും കൂടെ ഞെരുക്കത്തോടും കൂടെ നീ ശത്രുവിനെ സേവിക്കേണ്ടി വരും. Praise the Lord, serve the Lord with gladness of heart when God has prospered you and blessed you in everything. Otherwise, there would be a time when these blessings would go away from you and you would have to serve the enemy in pain. ഈ വാക്യം അണ്ടർലൈൻ ചെയ്തോണം. Underline these words. ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഈ വാക്യം ഓർത്തോണം. Remember these words daily അങ്ങനെ വേണം ദൈവത്തെ സേവിക്കാൻ. and serve the Lord. ഇല്ലെങ്കിൽ ശത്രുവിനെ സേവിക്കേണ്ടി വരും. Otherwise, we'll end up under the power of the enemy. ഒരിക്കലും നമുക്കോ നമ്മുടെ മക്കൾക്കോ കൊച്ചുമക്കൾക്കോ മരുമക്കൾക്കോ ഒരുത്തർക്ക് പോലും ഈ അവസ്ഥ വരുവാൻ ഇടയാകരുത്. Let not the situation come upon us or our children. ആരും ശത്രുവിനെ സേവിച്ച് ശത്രുവിന് അടിമയാകാൻ ഇടവരില്ല. Let us not serve the enemy or his desires. ആർക്കും പട്ടിണിയും ദാരിദ്ര്യവും പൈതാഹവും നഗ്നതയും ഞെരുക്കവും പ്രയാസവും വരുന്ന ഒരു സ്ഥിതിവിശേഷം ഉള്ള ഉറവ വഴി അടഞ്ഞു പോകുന്ന ഒരു സ്ഥിതിവിശേഷം വരുവാൻ ഒരിക്കലും ഇടവരരുത്. Let there be not a time where we are in desperate pain and in hunger and in lack of things. എന്റെ വാക്കുകളെ ചുരുക്കട്ടെ. I conclude my words. ഹോശയ്യാവിലെ വാക്യം വായിക്കണ്ട പറഞ്ഞുവിടാം. There's a words in Hosea. ഇസ്രായേലിനോട് എഫ്രൈമിനോട് ഇവൻ സംസാരിക്കുകയാണ്. God is speaking to Ephraim. ഞാൻ നിനക്ക് ഗോതമ്പും യവവും ചോളവും നിനക്ക് എണ്ണയും വീഞ്ഞും വസ്ത്രവും എല്ലാം നിനക്ക് തന്നു. I gave you all kinds of grain, എന്നെ മറന്നുപോയി. but you forgot me. നീ ജാരന്മാരുടെ പിന്നാലെ പോയി. And you went after other people. നീ കാറ്റിനെ ആശ്രയിച്ചു പോയി. You were dependent on the wind. നീ കുതിരയെ തേടി പോയി. You went after chariots. നീ അശ്ശൂരിന്റെ പിന്നാലെ പോയി. You went after Assyria. അതുകൊണ്ട് നിന്റെ വഴിയെ ഞാൻ മുള്ളുവേലി കെട്ടി അടയ്ക്കും. And therefore, I'm going to block your path. നിന്റെ വഴിയെ ഞാൻ മുള്ളുവേലി കെട്ടി അടയ്ക്കുക മാത്രമല്ല, I'm not only going to block your path, ഞാൻ നിനക്ക് തന്നതെല്ലാം ഞാൻ തിരിച്ചെടുക്കുകയും I'm ചെയ്യും. going to take back whatever I gave you. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ വിറയിലും കരച്ചിലും And വരാറുണ്ട്. therefore, let us read the word of God with trembling. ഞാൻ തന്നതെല്ലാം തിരിച്ചെടുക്കും. I would take back whatever I gave എന്റെ you. വഴി ഞാൻ മുള്ളുവേലി കെട്ടി അടയ്ക്കും. And I'm going to block your path. യഹോവ അടച്ചാൽ ആര് തുറക്കും? If God blocks it, who can open it? യഹോവ തുറന്നാൽ ആരടയ്ക്കും? But God opens it, who can shut? മന്ത്രവാദിയോ അവിചാരകന്മാരോ ശത്രുക്കളോ ജഡികരോ അടച്ചാൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ദൈവം അത് തുറക്കും. If a sorcerer, a magician, or someone of flesh would close a door through prayer and fasting, that door would be opened by the Lord. ദൈവത്തോട് മത്സരിച്ച് നന്ദികേട് കാണിച്ചിട്ട് ദൈവം നമ്മുടെ വഴി അടച്ചാൽ, ദൈവം തന്നതെല്ലാം തിരിച്ചെടുത്താൽ ആർക്ക് അത് തുറക്കാൻ കഴിയും? But through our rebellion, through our disobedience, if God takes things back and blocks our door, who can open it for us? അതുകൊണ്ട് ദൈവത്തെ സേവിക്കുന്ന കാലം മുഴുവൻ Therefore, when you serve the Lord, അധരഫലം എന്ന സ്തോത്രയാഗം continue to bring thank offerings ഇടവിടാതെ അർപ്പിച്ചുകൊണ്ട് constantly. ദൈവകൃപയെ ജീവിക്കാം. Trust in the Lord. ദൈവത്തിന് തന്ന ആത്മാവിശ്വാസം നമ്മിലുണ്ട്.
The breath of God is in us. അത് ഉപയോഗിക്കേണ്ടിടത്തെല്ലാം അധികാരത്തോടെ അത് ഉപയോഗിക്കുക. Use it with authority. വാ തുറക്കേണ്ടിടത്തെല്ലാം ആ ശ്വാസത്തിന് വേണ്ടി ആ ശ്വാസം ആ ശക്തി ആത്മാവ് പുറത്തു വരത്തക്ക നിലയിൽ ആ വാ തുറക്കുക. Open your mouth, and wherever the authority of that breath needs to be released, release it. അത് തലമുറകളുടെ മുമ്പിൽ വാ തുറക്കണം. Open it before your children. കുടുംബത്തിലെ വാ തുറക്കണം. Open your mouth in authority in your family, in your church, നിന്റെ ജീവിതത്തിന്റെ സകല മണ്ഡലത്തിലും വാ തുറക്കണം. in every circumstance of life, എല്ലാ ദേശാധിപതികളുടെ പോരിന്റെ മേലും ആ വാ തുറക്കണം. over every authority of the land. അടങ്ങേണ്ടത് അപ്പോൾ അടങ്ങും. Therefore, what needs to be calmed down will be calmed down. ഒതുങ്ങേണ്ടതപ്പോൾ ഒതുങ്ങും. What would surrender needs to be surrendered before it. അഴിയേണ്ടതപ്പോൾ അഴിയും. And what needs to be loosed will be വലിയവനായ loosed at ദൈവം that time. സഭയായി നമ്മളെ ആ ഒരു നല്ല ആത്മീയ നിലവാരത്തിലേക്ക് പ്രാർത്ഥനാപരമായി ആരാധനാപരമായി അഭിഷേകപരമായി ജീവിതപരമായി സ്വഭാവപരമായി എത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ക്രിസ്തുവിൻ്റെ കരുത്തി നിങ്ങളെ ഏൽപ്പിച്ച് ഞാൻ പ്രാർത്ഥിച്ച് സഭയെ അനുഗ്രഹിക്കുന്നു. ദൈവവൃത്യന്മാരെ ഞാൻ കർത്താവിൻ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ ദാസനുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. കൃപ എന്നും നമ്മോട് കൂടെ ഇരിക്കട്ടെ. ആമേൻ. I pray that God would take our church to that level of spiritual heights, and God would bless us all and the ministers of the church. I want to continue my gratitude before you and thank you.